കണ്ണ് ചീഞ്ഞ് പഴുത്തിരിക്കുവാണ്. അതാ ചെങ്കണ്ണ. ഞാൻ മാസ് ബിജിഎം ഒക്കെ ഇട്ട് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലേ ഇറങ്ങി വന്നേ. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പൊ നമ്മൾ എന്താണ് മുതലേ റൂം ടൂർ. യെസ് ഗൈസ്, നമ്മളിന്ന് റൂം ടൂർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ റൂം ആൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. നമ്മള് വീട്ടില് ഫുള്ള് നമ്മൾ ഇന്റീരിയർ വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ആ റൂം മാത്രമേ ഉള്ളൂ ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ വാശിയായിരുന്നു, നമ്മൾ പാലേജിന് മുന്നേ തീർക്കണമെന്ന്. അതെ, എന്നാ തീർന്നത്? പാലേജിന്റെ രാത്രി വെളുപ്പിന് വരെ ഉണ്ടായിരുന്നു തോന്നുന്നു, ഒരു 3-4 മണി വരെ ഉണ്ടായിരുന്നു. ഈ കണ്ണാടി എന്ത് എന്റെ കണ്ണാടിയല്ലേ അവിടെ പട്ടി ഷോ ഗൈസ്. അങ്ങ് ഏട്ടൻ വീഡിയോ എടുത്തിട്ട് അവിടെ വെച്ച് ഞാൻ ഒരുപാട് ഇരിക്കുന്നു, വെറുതെ ഞാൻ ഒരു മാറ്റി പോലെ അല്ല വെച്ചോ. ഇതൊക്കെ ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇപ്പോഴാണ് കഴിച്ചത്. ഓരോന്നായിട്ട് ഇപ്പൊ ഇറക്കുമതി ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ഈ റൂം നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ വേറെ റൂമൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ഹാളും മാസ്റ്റർ ബെഡ്റൂം മാത്രമാണ് നമ്മൾ ചെയ്തതല്ല, ആൾറെഡി ചെയ്തു വെച്ചിരുന്ന. പിന്നെ നമ്മൾ അതിനകത്ത് സോഫയും കർട്ടനും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് വീട് കിട്ടിയപ്പോൾ ഉള്ളത് എങ്ങനെയാണോ അതേപോലെ. ഈ വീട് കിട്ടിയപ്പോൾ തന്നെ ആൾറെഡി നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലൈറ്റ് എല്ലാം നമ്മളൊന്നും ചെയ്യേണ്ട, TV യൂണിറ്റ് എല്ലാം തന്നെ നമ്മൾ ഈ വീട് കിട്ടിയപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ആദ്യം കാണുന്നവർക്ക് അറിയാം. ഇനി എല്ലാ റൂമിലും ഫാൻ ഇട്ടിട്ടില്ല, നമ്മൾ ഒരു റൂമിലും ഇട്ടില്ല, ഫാൻ ഇടണം. ഇനിയുണ്ട് ചെറിയ ചെറിയ പരിപാടികൾ അവിടെ ഇവിടെ ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് റൂം നമ്മളൊരു കുറെ ഇന്റീരിയർ ടീം നമ്മളന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേര് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീമിനെ ഏൽപ്പിച്ചായിരുന്നു. അപ്പം നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ നമ്മൾ റൂം കാണാം. റൂം നമ്മൾ ഫുള്ള് ചെയ്തിരിക്കുന്നത് ഒരു വൈറ്റ് ആൻഡ് ഈ ഒരു കളറാണ്. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഷർട്ടിന്റെയും ഈ തീമിലാണ്, ഈ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് നമ്മൾ ഹോൾ ചെയ്തിരിക്കുന്നത്. അല്ലേ? എന്തുകൊണ്ടാണ് താങ്കൾ ബ്ലൂവും വൈറ്റും തിരഞ്ഞെടുത്തത്? ചുമ്മാ അവര് കാണിച്ചപ്പോൾ ഡിസൈൻ ഇഷ്ടപ്പെട്ട് ഞാൻ കളറൊന്നും സെലക്ട് ചെയ്തില്ല. കളറിന് കറുത്തുണ്ടോ? നമ്മൾ അവര് ഡിസൈൻ ചെയ്ത് അയച്ചു തന്നതിൽ നമ്മൾ കുറച്ച് ചേഞ്ചസ് വരുന്നില്ലേ, മാറ്റി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പം നേരെ നമുക്ക് റൂമിലോട്ട് പോവാം. റൂം എങ്ങനെയാണ് വർക്ക് ചെയ്തിരിക്കുന്നതെന്നും എല്ലാം ഇപ്പം കാണാം. അപ്പം പോവാം, റൂമിലോട്ട് പോവാം.
എല്ലാം വാരി വെച്ചുകൊണ്ട് വെക്കുന്ന അവിടെ. ഡ്രസ്സിങ്ങിന്റെ അവിടെ താഴെ ഡ്രോ ഉണ്ട്. നമ്മുടെ ഡ്രോ ഇതിനകത്ത് ഫുൾ മേക്കപ്പ് സാധനം ഇപ്പോഴേ കുത്തി കയറ്റിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ തുറക്കുന്നില്ല. അതൊന്ന് ഒതുക്കണം, അതൊന്ന് ഒതുക്കണം, അത് ഇരിക്കട്ടെ. ഇത് പറ. ആ, ഇത് നമ്മളെ കാശ്മീരിൽ പോയ ഞാൻ മൃദുലടിക്ക് കവളിൽ ചുംബിക്കുന്ന ഒരു അടിപൊളി പിക്ക്. ഇതിനെന്തൊരു കോർക്കറി ആയിട്ടോ, ക്രോക്കറി ഷെൽഫ് അങ്ങനെ എനിക്കും അറിയാൻ വയ്യ. ക്രോക്കറി ഷെൽഫ് ഒരു ഹാളിൽ നമുക്കൊരു ക്രോക്കറി ചെയ്തു തരാന്ന് പറയാം. നമ്മൾ പറഞ്ഞു വേണ്ട, ക്രോക്കറി ഒക്കെ ചെയ്തിട്ട് ഇത് കൊള്ളാം, ഈ കുഴപ്പമില്ല. പിന്നെ നമുക്കിത് 1, 2, 3, 4 വിശാലമായ 4 ഡോറുകളുണ്ട് നമുക്ക് ഡ്രസ്സ് വെക്കാനും അതിനെല്ലാം. പിന്നെ നമ്മുടെ എല്ലാം നാണ്ടെ ഈ എന്റെ നിക്കർ പെണ്ണെ പറയണ്ടേ ഞെട്ടി വെച്ചേക്കുന്നേന്ന് ഞാൻ പറഞ്ഞ തുറക്കട്ടെ. ആ, ഇത് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് നല്ല ഫാസ്റ്റ് ആയിട്ട് എത്ര ഊക്കിനടച്ചത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നേ, പക്ഷെ എന്നാലും എത്ര നമ്മൾ ഈ ഡോറൊക്കെ അടക്കി പിടിക്കുമ്പോൾ ശബ്ദം റൂമിനകത്ത് എപ്പോഴും കിട്ടും. നമുക്ക് എത്ര ഊക്കിനടച്ചാലും ഒന്നുകൂടി കാണിച്ചാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് സ്ലോ മോഷൻ അങ്ങ് പോകും. വാർഡ്രോബ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഡ്രസ്സ് എല്ലാം ഷിഫ്റ്റ് ചെയ്തിട്ടില്ല, എല്ലാം മേലെ അവിടെ ഇവിടെയൊക്കെയാണ്. ഇതും അതുപോലെ കാണിക്കുന്നില്ല, അതുപോലെ തന്നെ ഇതും അതുപോലെയാണ്. എത്ര നമ്മൾ ഊക്കിനടച്ചാലും അങ്ങനെ പോയി അടയത്തില്ല. ഇപ്പൊ എല്ലായിടത്തും അങ്ങനെയാണ് ചെയ്യുന്നത്, അതാണ് നല്ലതാണ്. സ്ലോ ആയിട്ട് ഇങ്ങനെ കടഞ്ഞോളൂ, അത് കൊള്ളാം. അപ്പൊ നമുക്ക് ഈ വാർഡ്രോബിനാണ് അത്യാവശ്യം ഇച്ചിരി കോസ്റ്റ് ആയത് ഈ ഒരു ഇത്രയൊരു യൂണിറ്റിന്. അതുപോലെ തന്നെ നല്ല മെറ്റീരിയലാ. ഇതിനെന്തോ പറയലോ, മറൈൻ ഫ്ലൈവുഡോ അങ്ങനെ എന്തോ ഈ മെറ്റീരിയൽ എന്തോ ഒരു പേരുണ്ട്. ഭയങ്കര ഗ്ലോസി ആണ്, സ്ക്രാച്ച് ഒന്നും ആവത്തില്ല, നല്ല ഡസ്റ്റ് ഫ്രീ ആണെന്ന് പറഞ്ഞു. നല്ല മെറ്റീരിയൽ ആട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു മെറ്റീരിയൽ സാമ്പിൾ നമുക്ക് കൊണ്ട് തന്നിട്ടാണ് ഇത് പണിഞ്ഞ് ചെയ്തു തന്നത്. അതേ മെറ്റീരിയൽ വെച്ച് അതേ കണക്ക് തന്നെ പണിഞ്ഞ് തന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടിയിലും നമുക്ക് ഷെൽഫ് ഉണ്ട് കേട്ടോ. ആണ് അതും എല്ലാം കണക്കാണ്, ഡോറെല്ലാം സെയിം ആണ്. അടിയിൽ നമുക്ക് ഷെൽഫ് ഉണ്ട്. പിന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ അതെ, നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. ഇതെന്തിനാണെന്നറിയോ, ലൈബ്രറിയിൽ ബുക്ക് വെക്കാൻ വേണ്ട. പക്ഷെ ബുക്ക് വായിക്കുന്ന ശീലം ഇവിടെ ആർക്കും ഇല്ലാത്തത് കൊണ്ട് നമ്മള് വായിക്കുന്ന ശീലമൊക്കെ വേണം മൃദുലേ, വായിക്കണം കേട്ടോ. വായിച്ചാലേ വളരൂ, വായിച്ചില്ലെങ്കിൽ വളഞ്ഞു പോകും. അപ്പം ഇത് എന്റെ ഏരിയ ആണ്. ഇത് എനിക്ക് എഡിറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഏരിയ. ഇത് നമുക്ക് ഇവിടെ ചാർജിങ് പോർട്ട് ഉണ്ട്. ഇതിന്റെ കവറില്ല കേട്ടോ. നമുക്ക് ഈ കവർ എന്ന് പറയുന്നത് അത് ഇളവിരിക്കുമ്പോൾ ഒരു വൃത്തിയായിട്ട് തോന്നും. കാരണം വേറൊന്നുമല്ല, ഈ സ്വിച്ച് ബോർഡിന്റെ കവർ നമുക്കിത് കട്ട് ചെയ്താൽ മാത്രമേ ഇങ്ങനെ വെക്കാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. നമ്മുടെ സൈസ് ഇച്ചിരി ഇതായി പോയി, അതുകൊണ്ട് അതൊരു ചെറിയൊരു അബദ്ധം പറ്റിയതാണ്. പക്ഷെ നമുക്ക് കട്ട് ചെയ്തിടാൻ പറ്റുമോ. പിന്നെ ഇവിടെ ഒരു ഷെൽഫ് ഉണ്ട്. ഏട്ടൻ മൊത്തത്തിൽ ഷെൽഫാ. ഇവിടെ നമ്മളെ ഇതെന്റെ ഫുൾ ഗാഡ്ജറ്റും മൈക്ക് ഈ ഒരു ഏരിയ ഞാൻ ഏട്ടന് വേണ്ടി കൊടുത്തേക്കുന്നത്. ക്യാമറ ബാഗ് അത് എല്ലാം ഈ ഒരു ഏരിയ ഏട്ടന് വേണ്ടി കൊടുത്തേക്ക്. ഇനി ചോദിക്കരുതേ, എനിക്ക് അത് ഫുള്ള് വേണം, എന്റെ മേക്കപ്പ് സാധനങ്ങൾ വെക്കാൻ. ഇത് അയ്യടാ, ഇത് ഇവിടെ ഓഫീസ് ചെയറാ ഇടേണ്ടത്, ഇങ്ങനെ കറങ്ങുന്നത്. ഇത് അവിടെ ഇടുന്ന, പക്ഷെ ഇത് പൊക്കം കൂടി പോയി. ഇത് നമുക്ക് ഇതിനടിയിൽ കയറേണ്ട സാധനമാണ്, ഇവിടെ ഇടേണ്ട സാധനം. അത് ഇതിനടിയിൽ ഇത് കയറത്തില്ല. പക്ഷെ ഇതാകുമ്പോൾ ഒതുങ്ങി അകത്തോട്ടിരിക്കും. ഇത് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇത് ഒരു കട്ട് അവർ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പർച്ചേസ് ചെയ്തപ്പോൾ ഇതിന്റെ സൈസ് വെച്ച് കൂടിപ്പോയി. വേണേ അതുവരെ എടുത്ത് അവിടെ ഇട്ടോ, അതുവരെ ഇട്ട് ഉപയോഗിച്ചോ. പിന്നെ തന്നാ മതി. നീ നിന്ന് മേക്കപ്പ് ചെയ്താൽ മതി. അയ്യോ, എനിക്ക് കാല് കഴിക്കൂ. നിന്ന് മേക്കപ്പ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ എഡിറ്റ് ചെയ്യും. പിന്നെ അതാണ്ട് ഒരു സൈഡ് ടേബിൾ ഉണ്ട്. സൈഡ് ടേബിൾ നമ്മളെ കുഞ്ഞിന്റെ ഒരു അടിപൊളി ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. ഫോട്ടോ ഫ്രെയിം നമ്മൾ കുറെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എല്ലാം അവിടെ ഇവിടെ ആയിട്ടൊക്കെ വെക്കാൻ ശരിയാണ് കേട്ടോ. ഈ ബെഡിന് ഭയങ്കര പണിയാട്ടോ. അവർ ഏറ്റവും കൂടുതൽ സമയം എടുത്തത് ഈ ബെഡ് റെഡിയാക്കാൻ വേണ്ടി. കാരണം പാലാച്ചിൻ്റെ അന്ന് ഞാൻ വരുമ്പോഴൊക്കെ ബെഡിന്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക.
ഈ ബെഡ് ഇങ്ങനെ കാണുമെങ്കിൽ ഇതിന് അത്യാവശ്യം പണിയുണ്ട്. അതിന്റെ ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മാട്രസ് നമ്മൾ വാങ്ങിയതാ, ബാക്കിയല്ല. കട്ടില് മാത്രമേ അവർ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ നമ്മൾ വാങ്ങിയെന്ന് വെച്ചാൽ ഈ ഒരു മാട്രസ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം അവരും കൊണ്ട് സെറ്റ് ചെയ്തില്ലേ അല്ലേ. പിന്നെ നമ്മുടെ തുണികള് ബാക്കി എല്ലാ കാര്യങ്ങളും അവര് ഫോട്ടോ ഫ്രെയിമും നമ്മള്, ബാക്കി ഈ ഒരു ഡെക്കറേഷനും ബാക്കി എല്ലാ കാര്യങ്ങളും അവര് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആകെപ്പാടെ വാങ്ങിച്ച മാട്രസ് മാത്രമേ. പിന്നെ കട്ടിലിനും ഇതുണ്ട്, കട്ടിലിന് സ്പേസ് ഉണ്ട്. കട്ടിലിന് സ്പേസ് ഉണ്ട്. കട്ടിൽ കിങ് സൈസ് ആണ് നമ്മൾ പറഞ്ഞത്. അത് കുഞ്ഞ് വളരുമ്പോഴായിക്കോട്ടെ അവന് എണീറ്റ് ചെയ്യുന്ന ഡാൻസ് ഒക്കെ കളിച്ച് കണ്ട് ജില്ലെന്നാക്കി തല ഇടിച്ചാലും അവന് തലേന്ന് ഒടിക്കത്തില്ല. അതുകൊണ്ട് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഇത് സോഫ്റ്റ് ആട്ടോ, ഇത് സോഫ്റ്റ് മെറ്റീരിയൽ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഇതാണ് നമ്മുടെ വിശേഷം. ഇത് കുറച്ച് സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരെണ്ണം കൂടി വരും, പക്ഷെ ഇത് സ്റ്റോക്ക് ഔട്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഇതിന്റെ അതേ സൈസിൽ ഒരെണ്ണം അങ്ങോട്ടും വരും. എന്നാലും അതിന്റെ ഒരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം കൂടി ഇവിടെ വരും. പിന്നെ അതാണ്ട് അവിടെയും ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. അത് കൊള്ളാം അല്ലേ. AC നമ്മുടെ പഴയ AC തന്നെ, നമ്മുടെ പഴയ AC. ആ ക്രോക്കട്രിക്സ് ഐറ്റംസ് അപ്പം അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. അമ്മയുടെ കൊടുത്തിട്ടുണ്ട്. മൃദുല ഭയങ്കര പാട്ടാണ്. എന്റെ പൊണ്ണ് ഗൈസ്, മൃദുല എന്തെല്ലാം നല്ലൊരു സമാധാനം, ആ സംഭവം തോന്നണം. പിന്നെ കൈസ് കിടന്ന് സമാധാനമായി നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. പാലാച്ച കഴിഞ്ഞിട്ട് നല്ല സുഖമായി കിടന്ന് ഉറങ്ങുന്നുണ്ട്. എഡിറ്റൊക്കെ ചെയ്തിട്ട് ഞാൻ വർക്കൊക്കെ ചെയ്തിട്ട് രാത്രി കിടന്നിക്കുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ രാവിലെ ഇരിക്കുന്നത്, കാരണം അത്രയും നല്ല അടിപൊളിയാണ് ഈ ഒരു സ്ഥലവും ഈ ഒരു വീടും. ഇവിടെ നല്ല വായു സഞ്ചാരമുണ്ട്, നല്ല കാറ്റുണ്ട്, താഴെ ഒരു ചെറിയ കുളമുണ്ട്, നല്ല 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 അയൽവക്കക്കാരുണ്ട്. പുറത്തിറങ്ങുമ്പോൾ ആയിക്കോട്ടെ നല്ലൊരു ആംബിയൻസ് ആണ്, നല്ലൊരു സ്ഥലമാണ്. നല്ല ഒരുപാട് വണ്ടിയുടെ ശബ്ദമോ ഹോണടിയോ പൊടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ സിറ്റിയിലാണോ എന്ന് വെച്ചാൽ സിറ്റിയിലുമാണ്, എന്നാൽ ഇച്ഛാകലും നമുക്ക് ഇച്ചിരി മാറി ഉള്ളിലോട്ട് മാറിയാണ്. വണ്ടിയുടെ സൗണ്ട് ഒന്നുമില്ല. ദൈവമുണ്ട് അതല്ല ഇത്ര സമയം കൊണ്ട് നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കിട്ടിയത് നമ്മുടെ ഭാഗ്യം എന്ന് പറയാം. അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും
കാരണം നമുക്ക് കുറച്ച് സമയം കൊണ്ട് അത് നമ്മുടെ ഹാർഡ് വർക്കും കൂടിയാണ്, അത് വേറെ ഒന്നും കൊണ്ടല്ല ഗൈസ്. അപ്പം നമ്മളെ മുമ്പിൽ ഉണ്ടാവുന്ന നിങ്ങളൊന്നും കാര്യമല്ല, നമ്മളൊരു വീട് കണ്ടുപിടിച്ച് അത് വാങ്ങി അതിനകത്ത് വർക്ക് ചെയ്ത് ഇന്റീരിയർ ചെയ്ത് പാല് കാച്ചി നമ്മളെ മുമ്പിലുണ്ടായിരുന്നത് എനിക്ക് ഒറ്റ വാശി ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് കയറ്റണം. ഇപ്പം എൻ്റെ സ്വന്തം വീട്ടിൽ എൻ്റെ കുഞ്ഞിനെ കയറ്റണമെന്ന് എനിക്ക് ഭയങ്കര വാശിയായിരുന്നു. അതിന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോൾ അത് പറയുന്നത് നിനക്ക് അഹങ്കാരമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് തേങ്ങയാണെന്നൊക്കെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ ഡോണ്ട് കെയർ ഗൈസ്. എനിക്കെന്നുള്ള ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. എനിക്ക് എൻ്റെ കുഞ്ഞിനെ എൻ്റെ സ്വന്തം വീട്ടിൽ കയറ്റണമെന്ന് എനിക്ക് ഭയങ്കര വാശിയായിരുന്നു. ആ വാശിക്ക് വേണ്ടി ഞാൻ കുറേ കിടന്ന് ഓടിയിട്ടുണ്ട്. അത് എന്താ പറയണേ, അതെൻ്റെ വാശിയായിരുന്നു. അതിനിപ്പോൾ ആരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും അതെൻ്റെ കുഞ്ഞിനെ എൻ്റെ വീടിനകത്ത് കയറ്റണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ കുഞ്ഞിനെ മഞ്ഞിൽ ചവിട്ടി എൻ്റെ ഈ ഒരു കട്ടള പടിയിൽ ചവിട്ടിയപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ എന്നേ വരെ അങ്ങനത്തെ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ഉണ്ടായിട്ടില്ല. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും എന്തോ ഒരു പ്രഷ്യസ് മൊമെൻ്റ് എന്നോ അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്തൊരു ഒരു വിഷ്വൽ എന്നൊക്കെ നമ്മളെ കണ്ണിൽ കൂടെ കാണാൻ പറ്റുന്നത് എൻ്റെ കുഞ്ഞിനെ എൻ്റെ കട്ടളപ്പടി കൂടി കയറ്റിയപ്പോൾ ഉണ്ടായ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ആദ്യമായിട്ട് ഈ വീടിനെ തൊട്ട് കയറ്റിയപ്പോൾ ഉണ്ടായ ഒരു ഇതായിരുന്നു. അത് ദൈവം സഹായിച്ച് ദൈവം എൻ്റെ കൂടെ നിന്നു. എല്ലാ കാര്യങ്ങളും ഒരു തടസ്സവും ഇല്ലാതെ, എന്താ പറയണേ, നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മളെ കൂടെ നിൽക്കും എന്നൊക്കെ പറയാമല്ലോ. അപ്പം സന്തോഷം. നമ്മുടെ വീട്ടുപേര് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവരും മൃദുവീണ എന്ന് പറയുന്ന ഒരു പേര് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം മൃദുവീണ എങ്ങനെയുണ്ട്, നമ്മുടെ ബെഡ്റൂം എങ്ങനെയുണ്ട്, ചെയ്ത വർക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്തിട്ട് പറയൂ സുഹൃത്തുക്കളെ. അപ്പൊ ഹാപ്പി ആയിട്ട് ഈ ഒരു വ്ലോഗും ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി പതിയെ ബാക്കി എല്ലാം. അതെ, ഇനി എന്തോ നമുക്കിപ്പം ഇതായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം. മെയിൻ റൂം, നമ്മൾ കിടക്കുന്ന ബെഡ്റൂം അടിപൊളിയാക്കണം. നമ്മുടെ ഹാള്, ഫർണിച്ചർ, ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരുപാട് പരിപാടികളൊന്നും ചെയ്യുന്നില്ല. ഇനി എനിക്ക് സ്റ്റുഡിയോ റൂം സെറ്റ് ചെയ്യണമെന്നുണ്ട് എൻ്റെ മേളിൽ. അത് പെതുക്കെ ചെയ്യത്തേ, അത് പെതുക്കെ നമ്മളെ ഫിനാൻഷ്യൽ ഇതനുസരിച്ച് നമ്മൾ പെതുക്കെ മുമ്പോട്ട് ചെയ്യും. പിന്നെ സത്യം പറഞ്ഞ റൂമിൽ ഫാൻ പോലും ഇട്ടിട്ടില്ല, ഫാനൊക്കെ ഇനി വേണം വാങ്ങിച്ചിടാൻ വേണ്ടിയിട്ട്. അതൊക്കെ പെതുക്കെ ചെയ്യണം. അത്യാവശ്യമായിട്ടുള്ള നമുക്ക് സൗകര്യങ്ങളെല്ലാം നമുക്ക് വീട്ടിൽ അത്യാവശ്യം ഉണ്ട് ഇപ്പം. അപ്പം അതിൽ തന്നെ നമ്മൾ ഹാപ്പിയാണ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യും. അപ്പം ഹാപ്പി ആയിട്ട് ഈ ഒരു വ്ലോഗ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം. നമ്മുടെ റൂം ടൂർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിലുള്ള ബൈ.